ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 126 സങ്കീർത്തനം 3 വചനം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. സങ്കീർത്തകൻ ആനന്ദത്തോടെ നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. സങ്കീർത്തകന് മാത്രം ഒരു അനുഭവമല്ല ഇത്. ഈ വചനത്തുള്ള ബന്ധത്തിൽ നമുക്ക് 100 അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്ത വൻ കാര്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തൊഴിൽ മേഖലകളിലെല്ലാം എന്തുമാത്രം അത്ഭുത പ്രവർത്തികളാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം ഓർത്ത് നന്ദി പറയാം. കർത്താവ് നൽകുന്ന ഓരോ നന്മയും കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് പരസ്പരം കരങ്ങൾ കോർത്ത് പിടിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ സാന്നിധ്യം നമ്മിലെല്ലാം നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് സർവാധിപനും സർവശക്തനുമായ ദൈവമാണ്. നമ്മെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഇപ്രകാരം ലോകം മുഴുവന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ കൂട്ടായ്മകൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് വലിയ സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, പിന്മഴ പെയ്യിക്കണമേ. ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, മുൻമഴ പെയ്ച്ച കർത്താവേ, പിന്മഴ പെയ്യിക്കണമേ. ഒന്ന് സ്നേഹത്തോടെ വിളിച്ച്, കർത്താവേ, പിന്മഴ പെയ്യിക്കണമേ. സാർവത്രിക സഭയുടെ മേൽ, ലോകരാജ്യങ്ങളിൽ, പഞ്ചഭൂഖണ്ഡങ്ങളിൽ, എല്ലാ ജനപദങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പിന്മഴ പെയ്തിറങ്ങട്ടെ. Come Holy Spirit, anoint us. പരിശുദ്ധാത്മാവേ, 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 പിന്മഴ പെയ്യിക്കണമേ. സഭ മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പിന്മഴ പെയ്തിറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമടിച്ച് നമ്മൾ ഒന്നിച്ചേർന്ന് എല്ലാം മറന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് 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 പാടി പ്രാർത്ഥിക്കുകയാണ്. പെന്തക്കോസ്തയുടെ ശക്തിയായി, പെന്തക്കോസ്തയുടെ തീയായി പരിശുദ്ധാത്മാവ് ജനലക്ഷങ്ങളിൽ കത്തിപ്പടരട്ടെ. നമ്മൾ ഒരുമിച്ച് കരമടിച്ച് വലിയ സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിയന്ത്രിക്കണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽക. എല്ലാവരും ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചേ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പിന്മഴ പെയ്യട്ടെ. പിന്മഴ പെയ്യണം, മാലിന്യം മറയണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ. കർത്താവേ, സുവിശേഷ വേലയ്ക്കായി 10,000 അഭിഷേകം ചെയ്ത് ഉണർത്തണമേ. വേല ചെയ്യുവാൻ പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമപിതാവേ, പിന്മഴ നൽക. പിന്മഴ പെയ്യേ
പരിശുദ്ധാത്മാവേ, സുവിശേഷവൽക്കരണത്തിന് ആത്മാവായി സഭ മുഴുവനിൽ കത്തിപ്പെടണമേ. പിന്മഴ പെയ്യണം, മാലിന്യം മറയണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുക. ആമേൻ, ആമേൻ, ആമേൻ. നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ വരിക പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളിലേക്ക് വരിക, നിഞ്ജനമുണർന്ന് സഭയിലേക്ക് വരിക, ദേശദേശാന്തരങ്ങളിലേക്ക് വരിക, ലോകരാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരിക. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇടിമുഴക്ക ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സഭയിൽ ലോകത്തിലും ശക്തിപ്പെടുവാൻ ആഗ്രഹിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, സർവാധിപനും സർവശക്തനുമായ പരിശുദ്ധാത്മാവേ, വരിക 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 വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല കെട്ടുകളെ പൊട്ടിക്കണമേ. ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ പരിശുദ്ധാത്മാവേ ശക്തിയോടെ പ്രവർത്തിക്കണമേ. കർത്താവിന്റെ സുവിശേഷത്തിന്റെ മുന്നേറ്റത്തെ തടയുന്ന അന്ധകാര ആധിപത്യ അധികാര ശക്തികളെ പരിശുദ്ധാത്മാവേ ചിഹ്ന ഭിന്നമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് വരണമേ, കൂട്ടായ്മകളിലേക്ക് വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ജനത്തെ അഭിഷേകത്താൽ ഉണർത്തണമേ. സുവിശേഷ വേലയ്ക്കായി, ഇവാഞ്ചലൈസേഷനായി പതിനായിരങ്ങളെ ഈ നാളുകളിൽ അഭിഷേകം ചെയ്ത് ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ദുഷ്ടന് വിട്ടുകൊടുക്കരുതേ. അങ്ങയുടെ ബലമുള്ള കരങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, മണിക്കൂറുകളിൽ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെല്ലാവരും പെന്തക്കോസ്തുടെ അനുഭവത്താലും പരിശുദ്ധാത്മ ശക്തിയാലും നിറയുവാനും ജീവിക്കുവാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശപൂർവമായിരിക്കാം. പെന്തക്കോസ്ത് തിരുനാളെല്ലാം നമ്മൾ വലിയ ആനന്ദത്തോടെ ആഘോഷിച്ചു. പരിശുദ്ധാത്മ അനുഭവം തന്ന് ആയിരങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ പെന്തക്കോസ്ത് എന്താണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് വചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. പ്രധാനമായും 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഇതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ നയിക്കുകയാണ്. പെന്തക്കോസ്ത് എന്താണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 31-ാം തിരുവചനം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? ശിഷ്യ സമൂഹം ഒരുമിച്ച് അവർ ധൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങുകയാണ്. ദൈവ സാന്നിധ്യത്തിന് അതിശക്തമായ പകർച്ച നൽകി കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും, ഞാനാണ് നിങ്ങളുടെ മുൻപേ പോകുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് തൻ്റെ ജനത്തിന് കർത്താവ് നൽകുകയാണ്. രണ്ടാമത് അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു.
ഭയം മാറി, നിരാശ മാറി, തളർച്ച മാറി, ധീരതയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2:4 നമ്മൾ കണ്ടു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മ അനുഭവത്തിൻ്റെ പ്രകടമായ തെളിവുകളാണിത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി എല്ലാ ദിനവും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. 4-ാമതായി, പെന്തക്കുസ്ത എന്താണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മൾ വചനത്തിലൂടെ കാണുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 44-ാമത്തെ തിരുവചനമാണ്. വിശ്വസിച്ചവർ ഒരു സമൂഹമായി മാറുകയാണ്. എത്ര മനോഹരമായ തിരുവാക്യം! ദൈവത്തിൻ്റെ വചനം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഏകരക്ഷിതാവായി സ്വീകരിച്ചവരെല്ലാം ഒരു സമൂഹമായി മാറുകയാണ്. സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ അരൂപി അവരിൽ പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്തെല്ലാം ഐക്യമുണ്ടാവുകയാണ്, സ്നേഹം വെളിപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് എന്താ പറ്റിയിരിക്കുന്നത്? നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ മിനിസ്ട്രികൾ, സഭാ സമൂഹങ്ങൾ, ലോകരാജ്യങ്ങൾ ഇന്ന് അനൈക്യത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വിഭാഗീയതയുടെയും മാത്സര്യ ബുദ്ധിയുടെയും പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. സ്നേഹം തണുത്തു പോയിരിക്കുന്നൊരവസ്ഥ. മത്തായിയുടെ സുവിശേഷം 24:10 കർത്താവിൻ്റെ പ്രത്യാഗമനത്തുള്ള ബന്ധത്തിൽ കാലത്തിന് അടയാളങ്ങളെക്കുറിച്ച് യേശു പഠിപ്പിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. കൂടെ നിന്നവരെ ഒറ്റിക്കൊടുക്കുന്നവരായി മാറുന്നു. ഒരുമിച്ച് പ്രവർത്തിച്ചവരെ, കൈകോർത്ത് ജീവിച്ചവരെ, സ്നേഹം പങ്കുവെച്ചവരെ ശത്രുക്കളായി മാറുന്നു. പരസ്പരം ഒറ്റിക്കൊടുക്കുന്നു, പഴിചാരുന്നു. എന്താ ഈ തകർച്ചയുടെ കാരണം? സ്നേഹം തണുത്തു പോവുകയാണ്. ഇതിന് വീണ്ടും കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24:12 പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഈ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സ്നേഹം തണുത്തു പോവുകയാണ്. ഒരു സോറി പറഞ്ഞു തീരുന്ന വിഷയമാണ് ഇന്ന് സുപ്രീം കോടതി വരെ പോകണം. എന്താ കാരണം? താഴെ മനസ്സിൽ അനാവശ്യമായ ഈഗോ. ഭാര്യയും ഭർത്താവും പരസ്പരം അടിക്കൂടുകയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ സ്നേഹം തണുത്തു പോകുന്നു. സഹോദരി സഹോദര ബന്ധങ്ങളിൽ സ്നേഹം തണുത്തു പോകുന്നു. സ്നേഹം തണുത്തു പോകുന്നത് കൊണ്ട് അനൈക്യങ്ങൾ ഉണ്ടാകുന്നു, ശിഥിലീകരണങ്ങൾ ഉണ്ടാകുന്നു, വിഭാഗീയതകൾ ഉണ്ടാകുന്നു, ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലും ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. അവർ ഒരു സമൂഹമായി, സ്നേഹ കൂട്ടായ്മയായിട്ട് മാറുകയാണ്. നമ്മൾ പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ഇതൊരു പ്രഹസനമായി മാത്രം മാറിപ്പോകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. സ്നേഹം തണുത്തുറഞ്ഞു പോയ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, മിനിസ്ട്രികളിലേക്ക് പരിശുദ്ധാത്മാവേ സ്നേഹത്തിൻ്റെ, ഐക്യതയുടെ അരൂപിയായി വരണമേ എന്ന് ആരെല്ലാം ഹൃദയം നുറുക്കി പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ കർത്താവ് ഈ അഭിഷേകം പകരും. നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നില്ലേ? പെന്തക്കുസ്ത നാളിൽ ശക്തമായി വീശിയ ആത്മാവിൻ കാറ്റയക്കൂ, പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാൻ. എല്ലാവരും ഒരുമിച്ച് പാടിക്കേ. പെന്തക്കുസ്ത നാളിൽ ശക്തമായി വീശിയ ആത്മാവിൻ കാറ്റയക്കൂ, പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാൻ. എത്ര മനോഹരമായ വരികളാണിത്! നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ
പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. നമ്മുടെ കർത്താവിൻ്റെ വലിയ ആഗ്രഹം ഇതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സഭാ സമൂഹങ്ങൾ ഒന്നായിരിക്കണം. വിഭാഗീയത സഭയെ തളർത്തിക്കളയും, അത് കുടുംബങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. പെന്തക്കോസ്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ, ഐക്യതയുടെ അരൂപിയാണ്. 5 നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, കൊടുക്കുവാനുള്ള ഹൃദയത്തുറവിയാണ്. കൊടുക്കുവാനുള്ള വലിയൊരു മനസ്സാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 45-ാമത്തെ വചനം. അവിടെ വസ്തുവകകളും സ്വത്തുമെല്ലാം അവർ പൊതുവായി കരുതി ആവശ്യാനുസരണം വേണ്ടവർക്ക് പ്രദാനം ചെയ്യുകയാണ്. ഓരോരുത്തർക്കും ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ കൊടുക്കുകയാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ഇടുങ്ങിയ ചിന്തകൾ മാറിപ്പോവുകയാണ്. സ്വാർത്ഥതയുടെ കെട്ടുകൾ പൊട്ടുകയാണ്. ഇത് എൻ്റെ, ഞാൻ അധ്വാനിച്ചത്, ഞാൻ കഷ്ടപ്പെട്ടത്, ഞാൻ പണിയെടുത്തത്, ഇത് എൻ്റെയാണ് എന്നുള്ള സെൽഫിഷായ ചിന്തകൾ. ഇതൊരിക്കലും പരിശുദ്ധാത്മ എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, കൊടുക്കുവാനുള്ള ഒരു ഹൃദയത്തുറവി നമുക്കെല്ലാവർക്കും പെന്തക്കോസ്ത് നൽകുകയാണ്. ഈ സമൂഹത്തിൽ ഇതാണ് സംഭവിച്ചത്. ആദ്യ പെന്തക്കോസ്തയിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-35 നമ്മൾ കാണുന്നുണ്ട്. പൗലോസിന്റെ വാക്കുകളാണ്, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് അഭികാമ്യമെന്ന് നമ്മളെ പഠിപ്പിച്ച കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുക. കർത്താവ് എന്താ പഠിപ്പിച്ചത്? സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നവരായി എൻ്റെ ജനം മാറണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിർലോഭമായി, നമുക്ക് കഷ്ടപ്പാടുണ്ട്, ശരിയാ, നമുക്ക് ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് ഞെരുക്കങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഈ ഞെരുക്കങ്ങളുടെ നടുവിലും സാധിക്കുന്ന വിധത്തിലെല്ലാം കൊടുക്കുവാൻ, കർത്താവിൻ്റെ വേലകളെ പ്രോത്സാഹിപ്പിക്കുവാൻ, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ, അർഹതയുള്ളവർക്ക് അർഹമായത് നൽകുവാനുള്ള ഒരു ഓപ്പൺനെസ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൊരിന്ത്യക്കാർക്ക് 2-ാമത്തെ ലേഖനം 8-ാം അധ്യായം 1-2 വചനങ്ങളിൽ മക്കെദോനിയയിൽ വിശ്വാസികളുടെ മനോഭാവത്തെക്കുറിച്ച് പൗലോസ് പറയാണ്, മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2-ാം വചനത്തിൽ പറയാണ്, ക്ലേശങ്ങൾ, തീവ്രമായ പരീക്ഷകളിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യത്തിന് നടുവിൽ അവർ നൽകിയ ഉദാരതയുടെ സമ്പത്ത് കരകവിഞ്ഞൊഴുകുന്ന വിധത്തിലായിരുന്നുവെന്ന്. ആ 2 പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കെദോനിയയിലെ വിശ്വാസികൾ അവർ ആഹ്ലാദിച്ച് ഉല്ലസിക്കുകയാണ് കർത്താവിൽ. ഇതാണ് ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇതാണ് ജോയ് ഓഫ് സാൽവേഷൻ. പെന്തക്കോസ്ത് നമുക്ക് തരുന്നത് ഈ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ഏത് പ്രതിസന്ധിയിലും കർത്താവിൽ ആനന്ദിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുവാനുള്ള അഭിഷേകം. 2-ാമത് അവിടെ പറയാണ്, കൊടിയ ദാരിദ്ര്യത്തിൻ്റെ നിമിഷങ്ങളിൽ കഞ്ഞു കുടിക്കാൻ മാർഗമില്ല, ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ഇങ്ങനെ കഠിനമായ ഞെരുക്കത്തിൻ്റെ സമയത്ത് മക്കെദോനിയയിലെ വിശ്വാസികൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്കുള്ളത് സന്തോഷത്തോടെ കൊടുക്കുകയാണ്. പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്, ഉദാരതയുടെ സമ്പത്ത് കരകവിഞ്ഞൊഴുകുന്ന വിധത്തിലാണ് മക്കെദോനിയയിലെ വിശ്വാസികൾ തങ്ങൾക്കുള്ളത് പങ്കുവെച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമുക്കൊരെങ്ങനെ കൊടുക്കുന്നവരായി മാറണം. അത്യാവശ്യം ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളും വസ്തുവകളൊക്കെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ കാണണം. ഒരുപാട് പേര് ഇന്ന് തകർന്നിരിക്കുന്നുണ്ട്. ഈ അടുത്ത നാളുകളിലൊക്കെ പല ദൈവദാസന്മാരും വളരെ സങ്കടത്തോടെ തന്നെ വ്യക്തിപരമായിട്ട് വിളിച്ചു. ഒരുപാട് ഞെരുക്കമാണ്. ബിസിനസ്സുകാർക്ക് ബിസിനസ്സൊക്കെ ആരംഭിച്ചു, ജോലികളൊക്കെ തുടങ്ങി. എന്നാൽ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന
കർത്താവിൻ്റെ ദാസന്മാരെ ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, മറ്റ് ശുശ്രൂഷകളൊന്നും തന്നെ ഇല്ല. മാസങ്ങളായി വാടക പോലും കൊടുക്കാൻ കഴിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അനേകം ശുശ്രൂഷകർ ഈ കാലഘട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെ കാണുവാനും നമ്മുടെ ചുറ്റുപാടുകളുള്ളവരെ, നമ്മൾ അടുത്തറിയുന്നവരെ മനസ്സിലാക്കി കഴിയുന്ന വിധത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഹൃദയ തുറവി എൻ്റെ സഹോദരി സഹോദരങ്ങൾ നമുക്ക് ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ ലഭിച്ച പെന്തക്കോസ്ത് അനുഭവം ഇതായിരുന്നു, കൊടുക്കുവാനുള്ള അവരുടെ തുറവയാണ്. ആറാമത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 43-ാമത്തെ തിരുവചനമാണ്. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ്. പെന്തക്കോസ്തയുടെ ശക്തി എന്താ നമുക്ക് നൽകുന്നത്? അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അടയാളങ്ങൾ വെളിപ്പെടുന്നു. മാർക്കോസിന്റെ സുവിശേഷം 16:20 കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ! എത്ര അത്ഭുതകരമായ വചനമാണിത്. അടയാളങ്ങൾ കൊണ്ട് കർത്താവ് വചനത്തെ സ്ഥിരീകരിക്കുകയാണ്. ഈ നാളുകളിലും ഇപ്രകാരം തന്നെയാണ് പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 5:12 വരണം. ജനമധ്യേ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. 5-ാം അധ്യായം 15-16 വചനങ്ങളിലോട്ട് വരണം. പത്രോസ്ലീഹ നടന്നു പോകുന്ന സമയത്ത് വഴിയോരങ്ങളിൽ അവർ രോഗികളെ കൊണ്ടുവന്നിട്ടു. അന്ധന്മാരായിട്ടുള്ളവരെ, ചെകിടന്മാരെ, തറവാട് രോഗികള്, പിശാചുകൾ ആവസിച്ചിരുന്നവരെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പത്രോസ്ലീഹ നടന്നു പോയപ്പോൾ ആ നിഴലടിച്ച് രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുക. കാരണം പത്രോസിന്റെ നിഴലിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പെന്തക്കോസ്തയുടെ ശക്തിയാണിത് പ്രിയപ്പെട്ടവരെ. ആ നിഴലിൽ വരെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുത രോഗശാന്തികൾ, അത്ഭുത ഡെലിവറൻസുകൾ അവിടെ സംഭവിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11-12 വചനങ്ങൾ പൗലോസ്ലീഹായുടെ കരസ്പർശനമേറ്റ തൂവാലകൾ രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചു, വലിയ ഡെലിവറൻസ് ഉണ്ടായി. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഈ വചനങ്ങളെല്ലാം എന്താ നമ്മോട് പറയുന്നത്? പെന്തക്കോസ്ത് നമുക്ക് തരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. പരിശുദ്ധാത്മാവ് അത്ഭുതത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ആത്മാവാണ്. നമുക്ക് ഹൃദയം നുറുകി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, സഭയിൽ, കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ദേശങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ശക്തമായിട്ട് അങ്ങ് വിളിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുകയും രാജ്യങ്ങളെ കൂടുതലായി ദൈവസ്നേഹത്തിൽ പടുത്തുയർത്തുകയും നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അവസാനമായി 7ാമത് നമ്മൾ കാണുന്നത് എന്താണ്? ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷീകരണമാണ്. അപ്പോസ്തല പ്രവർത്തനം 2:47 രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അനുദിനം അവരുടെ കൂടെ ചേർത്ത് കൊണ്ടിരുന്നു. ഇവാഞ്ചലൈസേഷൻ പെന്തക്കോസ്ത് നമുക്ക് തരുന്ന ശക്തമായ അനുഭവം ഇതാണ്. സുവിശേഷ വേല ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹം, കർത്താവിന് സാക്ഷ്യം നൽകുവാൻ, കർത്താവിനെ ഉയർത്തുവാനുള്ള വലിയ ആനന്ദവും ആഗ്രഹവും പരിശുദ്ധാത്മ നമുക്ക് തരികയാണ്. എന്തുകൊണ്ടാണ് രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം ഇവരുടെ കൂട്ടത്തിൽ കൂട്ടുവാൻ കർത്താവിന് കഴിഞ്ഞത്? അവർ സാക്ഷ്യം നൽകിയത് കൊണ്ടാണ്. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലിദിയയുടെ ഹൃദയം കർത്താവ് തുറന്നു. ഇതുപോലെ വചനം പറയാൻ ആളുകളുണ്ടാവണം, കർത്താവിനെ കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ വചനം പങ്കുവെച്ചു കൊടുക്കാൻ. ഞാൻ നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ഈ സമൂഹത്തെ നവീകരിക്കുവാൻ, അനേകം ആയിരങ്ങളെ മാനസാന്തര അനുഭവത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയുന്നത്. നമ്മൾ സാക്ഷികളാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ സാക്ഷ്യം നൽകിയില്ലെങ്കിലും കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ രക്ഷിച്ചുകൊള്ളും. അല്ല പ്രിയപ്പെട്ടവരെ, എന്നിലും നിങ്ങളിലുമാണ് ഈ ദൗത്യം കർത്താവ് തന്നിരിക്കുന്നത്.
ആദിമസഭ അതിവേഗം വളർന്നതിന് കാരണം അത് സുവിശേഷവൽക്കരണത്തിൻ്റെ സഭയായിരുന്നു. ഈ കാലഘട്ടത്തിൽ സഭ വളരണമെങ്കിൽ ഈ ദൗത്യം ഞാനും നിങ്ങളും ചെയ്തേ മതിയാകൂ. നമ്മുടെ കർത്താവ് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സഹോദരി സഹോദരൻ, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരണം. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിനായി നമ്മൾ സമർപ്പിക്കണം. കർത്താവിൻ്റെ വേല ചെയ്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ ജീവിതം പ്രയോജനപ്പെടുന്നതിനേക്കാൾ വലിയൊരു നന്മ എനിക്കും നിങ്ങൾക്ക് ലഭിക്കാനില്ല. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, നിങ്ങളുടെ സമർപ്പണത്തിലൂടെ ഈ തലമുറയെ കർത്താവിനായി നേടുവാനുള്ള കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാകണം. എൻ്റെ യുവജനങ്ങളെ, നിങ്ങളുടെ യൗവനം ലോകത്തിനും പിശാചിനുമായി എറിഞ്ഞു കൊടുക്കാതെ നിങ്ങളുടെ യൗവനത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ഈ പുതിയ തലമുറയെ യേശുവിൻ്റെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. കർത്താവ് നമ്മൾ വിളിക്കുകയാണ്. കാലമാസന്നമായി, കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കഥ പറഞ്ഞ് ചുമ്മാ സമയം കളയാൻ നമുക്കില്ല പ്രിയപ്പെട്ടവരെ. ഈ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷ വേലയ്ക്കായി ഒരു സമർപ്പണം നടത്തുവാൻ നമുക്ക് കഴിയണം. കർത്താവ് നൽകുന്ന ഈ മിഷൻ കോളിനോട് യെസ് പറയുക. എന്നിലൂടെ നിങ്ങളിലൂടെയും രക്ഷപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. അവർ നമ്മിലൂടെ തന്നെ രക്ഷപ്പെടണമെന്നതാണ് കർത്താവിൻ്റെ തിരികതം. സുവിശേഷവൽക്കരണത്തിനായി എന്ത് പെയിനെടുക്കാനും, ഏത് ത്യാഗം സഹിക്കാനും, എന്തുമാത്രം സമർപ്പണത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് കഴിയണം. പെന്തക്കോസ്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് സുവിശേഷവൽക്കരണമാണ്. 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള 10 വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ 7 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കാണുകയാണ്. പെന്തക്കോസ്തയുടെ ശക്തിയിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മ അനുഭവത്തിൽ ഞാനും നിങ്ങളും ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ അനുഭവങ്ങൾ സ്വന്തമാക്കി നമ്മൾ ജീവിക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വ്യതിചലിച്ചു പോകരുത്. മാനസാന്തരത്തിൻ്റെയും ചിട്ടയായ വിശ്വാസ ജീവിതത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യതയുടെയും കൊടുക്കുവാനുള്ള ഹൃദയത്തുറവിയുടെയും അതുപോലെ തന്നെ സാക്ഷ്യം വഹിക്കുവാൻ, സുവിശേഷ വേല ചെയ്യുവാനുള്ള ആ സമർപ്പണത്തിൻ്റെയും അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മൾ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തട്ടെ, നമ്മൾ കൂടുതൽ പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കുർബാൻ അനുഭവത്തിൽ വളരുക. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം,